അമേരിക്കയിലെ പ്രവാസം മതിയാക്കി മണ്ണിൽ പൊന്നു വിളയിക്കാനെത്തിയ ഷാജു മുളവന പുതിയ കാർഷിക പരീക്ഷണങ്ങൾക്ക് തയ്യാറെടുക്കുകയാണ്. വേണ്ടത്ര ആദായമില്ലെന്ന കാരണത്താൽ പലരും കൃഷിയിൽ നിന്നും പിന്മാറുമ്പോൾ കാർഷിക പരീക്ഷണങ്ങൾ നടത്തുന്ന ഷാജു മുളവനി എന്ന കർഷകൻ പുതിയ കാലത്ത് കൃഷിയുടെ നല്ല പാഠങ്ങൾ കൂടി പകർന്നു നൽകുന്നു. മഞ്ചേശ്വരം മൊർത്തണ പാവൂർ റോഡിൽ നിന്നും അല്പം മാറി 43 ഏക്കർ സ്ഥലത്താണ് പുതിയൊരു കാർഷിക വിപ്ലവത്തിന് ഷാജു മുളവന തയ്യാറെടുക്കുന്നത്. കണ്ണൂർ ആലക്കോട് സ്വദേശിയായ ഷാജു മുളവന അമേരിക്കയിലെ ജോലി മതിയാക്കി കർണാടക ബെൽത്തങ്ങാടിയിൽ സ്വന്തമായി സ്ഥലം വാങ്ങി കൃഷി ആരംഭിക്കുകയായിരുന്നു. വർഷങ്ങളോളം അവിടെ കൃഷിയുമായി ജീവിച്ച അദ്ദേഹം പിന്നീട് മൊർണയിലെത്തി 43 ഏക്കർ വാങ്ങി കൃഷി വ്യാപിപ്പിക്കുകയായിരുന്നു. ഇവിടെ അപൂർവങ്ങളിൽ അപൂർവമായി കാണുന്ന പഴവർഗ്ഗങ്ങൾ വരെയുണ്ട്. റബ്ബറും റംബൂട്ടാനും പപ്പായയുമാണ് പ്രധാന ഇനങ്ങൾ. കണ്ണിനും മനസ്സിനും കുളിർമയേകുന്ന തരത്തിലാണ് ഷാജുവിന്റെ തോട്ടത്തിൽ പഴവർഗ്ഗങ്ങൾ കായ്ച്ചു നിൽക്കുന്നത്. ഏറെ കൗതുകം പകരുന്നത് 4 ഏക്കറോളം സ്ഥലത്തെ പപ്പായ കൃഷിയാണ്. 2.5 അടി ഉയരത്തിലുള്ള റെഡ് ലേഡി ഇനത്തിൽപ്പെട്ട പപ്പായ ചെടിയിൽ ഇടതൂർന്ന് പപ്പായ കായ്ച്ചു നിൽക്കുന്നതാണ് ഏറെ കൗതുകം പകരുന്നത്. 16 ഏക്കറിൽ റംബൂട്ടാനും കൂടാതെ മിൽക്ക് ഫ്രൂട്ടും നോണി ഫ്രൂട്ടും കൃഷി ചെയ്യുന്നുണ്ട്. മാരക രോഗങ്ങളെ വരെ പ്രതിരോധിക്കാനും നോണി ഫ്രൂട്ടിന് സാധിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. കൃഷിയിടവും കായ്ച്ചു നിൽക്കുന്ന പഴവർഗ്ഗങ്ങളും കാണാൻ നൂറുകണക്കിന് ആളുകളാണ് ദിവസവും ഇവിടെ എത്തുന്നത്. 1000-ഓളം പപ്പായ തൈകളാണ് ഷാജു മുളവനിയുടെ കൃഷിയിടത്തിലുള്ളത്. രാസവളങ്ങൾ ഒന്നും തന്നെ ഉപയോഗിക്കുന്നുമില്ല. വിളവെടുത്ത പപ്പായ കേരളത്തിലും കർണാടകയുടെ വിവിധ ഭാഗങ്ങളിലുമാണ് ആവശ്യക്കാരെങ്കിലും മൊത്ത വിതരണക്കാർ ഷാജുവിന്റെ തോട്ടത്തിൽ വന്ന് നേരിട്ട് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. കൃഷിയിൽ ഒട്ടനവധി നൂതന ആശയങ്ങളുണ്ടെങ്കിലും സർക്കാരിന്റെയോ കാർഷിക വകുപ്പിന്റെയോ പിന്തുണയും പ്രോത്സാഹനവും ലഭിക്കുന്നില്ല. മസ്കറ്റിൽ സ്വന്തമായി ബ്യൂട്ടി പാർലർ നടത്തുന്ന ഭാര്യ ഉഷയും സഹായത്തിനായുണ്ട്. ഷാരോൺ ജർമ്മനി, ഷാർലറ്റ് മസ്കറ്റ്, സോളമൻ എന്നിവർ മക്കളാണ്. സ്റ്റോറി ഡെസ്ക്, റൈറ്റ് മീഡിയ.